ദക്ഷിണ നളന്ദ എന്നറിയപ്പെട്ടിരുന്നതും എന്നാൽ നളന്ദ സർവകലാശാലയേക്കാൾ ഏറെ സവിശേഷതകൾ നിറഞ്ഞ ഒരു സർവകലാശാലയുടെ തിരുശേഷിപ്പായ ക്ഷേത്രത്തിലാണ് ഇന്നുള്ളത്. 1300 വർഷത്തിലേറെ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിന് 4.5 ഏക്കറോളം വിസ്തൃതിയുണ്ടെന്ന് പറയപ്പെടുന്നു. 3 ശ്രീകോവിലുകളാണ് ഈ ക്ഷേത്രത്തിൽ നമുക്ക് കാണാനാവുക. അതിൽ 2 ശിവനും 1 മഹാവിഷ്ണുവിനുമാണ്. ശിവഭഗവാന് വട്ട ശ്രീകോവിലാണ്. ഇതിൽ ഒരു ശിവഭഗവാന് മുന്നിൽ നന്ദിപ്രതിഷ്ഠ ഇല്ല എന്നതും ഈ ക്ഷേത്രത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. തനത് കേരളീയ ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായി 2 നിലകളിലായാണ് മഹാവിഷ്ണുവിന്റെ ശ്രീകോവിൽ സ്ഥിതി ചെയ്യുന്നത്. മേൽക്കൂരയിൽ വിവിധ ഭാവത്തിലുള്ള ധാരുശില്പങ്ങളും കാണാം. തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രം കഴിഞ്ഞാൽ ഏറ്റവും വലിയ 2ാമത്തെ ക്ഷേത്രമാണ് കാന്തളൂർ മഹാദേവ ക്ഷേത്രം. AD 852 ആയി രാജവംശം സ്ഥാപിച്ചതാണ് കാന്തളൂർ ശാല എന്നാണ് പറയപ്പെടുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ശ്രീലങ്കയിൽ നിന്നടക്കം നിരവധി വിദ്യാർത്ഥികൾ ഇവിടെ പഠനത്തിന് എത്തിയിരുന്നതായി ചരിത്രരേഖകൾ പറയുന്നു. തിരുവിതാംകൂർ രാജവംശം പത്മനാഭദാസന്മാരായതിനാൽ ഈ ക്ഷേത്രം അവഗണിക്കപ്പെടുകയായിരുന്നുവെന്നും സംസാരമുണ്ട്. നൂറ്റാണ്ടുകൾക്കിപ്പുറം ഒരിക്കൽ മാത്രമാണ് രാജകുടുംബം ഈ ക്ഷേത്രം സന്ദർശിച്ചിട്ടുള്ളത്. അന്ന് ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മയും അദ്ദേഹത്തിന്റെ സഹോദരിയുമാണ് ക്ഷേത്ര ദർശനത്തിന് എത്തിയത്.